എൻ്റെ യേശുവിൻ്റെ അരികിൽ വരിക. എന്നിട്ട് തൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദൈവത്തിൻ്റെ വചനം കൊലോസ്യർ 1 അതിൻ്റെ 9 തൊട്ട് 14 വരെ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് വായിച്ച ഈ ഭാഗം കൊലോസ്യർ 1 അതിൻ്റെ 3 തൊട്ട് 9 വരെയുള്ള വാക്യത്തിൻ്റെ അകത്ത് പൗലൂസ് ഈ സഭയോട് സുവിശേഷത്തെക്കുറിച്ച് ഈ സഭയോട് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ലേഖനം പൗലൂസ് എഴുതുവാനുള്ളൊരു കാരണം കൊലോസ്യ സഭയിൽ ചില ഫോൾസ് ടീച്ചേഴ്സ് വരികയും അവർ ഈ വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കളയുന്നത് താൻ കേൾക്കുകയും അതിന് എതിരെ എഴുതുന്ന ഒരു ലേഖനമാണ് നമ്മൾ ഈ പഠിക്കുന്നത്. ഞാൻ എന്തിനാണ് ഇതെടുത്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും തിരിച്ചറിയണം, നമ്മൾ സത്യമായ സുവിശേഷം കേട്ട് ഈ രക്ഷയിലോട്ട് വരുമ്പോൾ നമ്മളെ ഈ രക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്ന പലതരത്തിലുള്ള ടീച്ചിങ്സ് നമ്മൾ കേൾക്കും. പക്ഷെ അതിൻ്റെ നടുവിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയത്തുള്ളൂ. കാരണം നമ്മൾ എന്തിനാണ് ഇത് എടുത്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് അനേക ടീച്ചിങ്സ് നമുക്ക് സഭയ്ക്കകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതെല്ലാം ശരിയാണ്, ഇതാണ് കറക്റ്റ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നും. പക്ഷേ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുന്നതെല്ലാം എടുത്ത് ശോധന ചെയ്ത് നോക്കണം. പൗലോസിൻ്റെ ഭാഷയിൽ നമ്മൾ ആ ഭാഗത്തോട്ട് പോവും. പൗലോസ് പറയുന്നത്, നിങ്ങൾ കേട്ട ഈ സുവിശേഷം, നിങ്ങൾ നിലനിൽക്കുന്ന ഈ സുവിശേഷം, നിങ്ങളെ രക്ഷിക്കുന്ന സുവിശേഷം. മക്കളെ, നമ്മൾ കേൾക്കുന്ന സുവിശേഷം ശരിയാണോ എന്ന് നമ്മൾ എപ്പോഴും ശോധന ചെയ്ത് നോക്കണം. പൗലോസ് ഈ സഭയ്ക്ക് എഴുതുമ്പോൾ 2 വിഷയങ്ങളായിരുന്നു ഈ സഭയിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ഒരുപാട് പേര് ഗ്രീക്ക് മിത്തോളജി വിശ്വസിച്ച് ഒരുപാട് പേര് സഭയ്ക്കകത്ത് വരുവാൻ തുടങ്ങി. അപ്പോൾ ഈ ഗ്രീക്ക് മിത്തോളജിക്കകത്ത് ഒരുപാട് ദേവന്മാർ ദൈവിമാരുണ്ട്. അപ്പം അവരുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഇവർക്കുള്ള ഇൻഫ്ലുവൻസ് അത് വെച്ചുകൊണ്ടാണ് അവർ സഭയ്ക്കകത്ത് വരുന്നത്. അങ്ങനെ സഭയ്ക്കകത്ത് വരുമ്പോൾ അവരുടെ ശക്തിയെക്കുറിച്ചും അവരെ ആരാധിച്ചില്ല എങ്കിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിൻ്റെ അകത്തുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഇരിക്കുകയും ചില ഫോൾസ് ടീച്ചേഴ്സ് വന്നില്ല, നിങ്ങൾ കുറച്ചുകൂടെ ആഴമേറിയ കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ വിടുതലുള്ളൂ എന്ന ഒരു പഠിപ്പീരി സഭയ്ക്കകത്ത് വെളിപ്പെടുവാൻ തുടങ്ങി. മറ്റൊരു ഭാഗത്ത് യഹൂദന്മാരായിരിക്കുന്നവർ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ക്രിസ്തുവിലാണ് രക്ഷ, പക്ഷേ നമ്മൾ ചില കാര്യങ്ങളും കൂടെ ചെയ്തെങ്കിലേ രക്ഷ പൂർണ്ണമാകത്തുള്ളൂ. ഈ 2 ഭാഗങ്ങളെയും പൗലോസ് എതിർത്തുകൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മൾ ഈ ലേഖനത്തിൽ പഠിക്കുന്നത്. ഞാൻ എന്തിനാണ് ഇത് എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളിത് പഠിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഈ ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ഇതിൽ പൗലോസ് എന്തിനാണ് ചില വാക്കുകൾ എടുത്തു പറയുന്നതെന്ന് നമുക്ക് അപ്പം മനസ്സിലാകും. ഇവിടെ തന്നെ നമ്മൾ വായിച്ച ആ വാക്യത്തിൻ്റെ അകത്ത് പൗലോസ് പറയുന്നത്, സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ കേട്ട സത്യവചനമാകുന്ന സുവിശേഷം. പൗലോസിനൊരു പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, നിങ്ങൾ കേട്ട സുവിശേഷം. ഇല്ല, പൗലോസ് പറയുകയാണ്, നിങ്ങൾ കേട്ട സത്യവചനമാകുന്ന സുവിശേഷം. പൗലോസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഇവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നതിന് കാരണം ഇവർ ഈ സത്യവചനമാകുന്ന സുവിശേഷം കേട്ടതുകൊണ്ട്
അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, അവർക്കൊരു സ്വർഗീയ പ്രത്യാശ കൊണ്ട് അവർ നിറഞ്ഞു. അവർക്ക് ക്രിസ്തുവിലായിരുന്നു അവരുടെ വിശ്വാസം. ഇന്ന് നമ്മൾ ആ ഭാഗമാണ് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ഏറ്റവും അടിസ്ഥാനമായ കാര്യം, ഞാനും നിങ്ങളും സത്യമാകുന്ന സുവിശേഷം കേൾക്കുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം എവിടാണെന്നറിയാമോ? ക്രിസ്തുവിൽ മാത്രം ആയിരിക്കും. ഈ ലേഖനം പഠിക്കുമ്പോൾ പൗലോസ് എടുത്തെടുത്ത് പറയുന്ന ഇതാണ്, ക്രിസ്തു മാത്രം മതി. നമ്മൾ കൊലോഷ്യൻസ് 1 പഠിക്കുമ്പോൾ പൗലോസ് പറഞ്ഞ് ഫലിപ്പിക്കുന്ന എന്താണെന്നറിയോ? ജീസസ് ഇസ് ദ ലോർഡ് ഓഫ് ഓൾ ക്രിയേഷൻ. സൃഷ്ടിച്ചതിൻ്റെ എല്ലാത്തിനും മേൽ താൻ കർത്താവാണ്. യേശു സഭയ്ക്ക് കർത്താവാണ്. ജീസസ് ഇസ് ദ ലോർഡ് ഓഫ് മിനിസ്ട്രി. നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയിലും ക്രിസ്തു ആണ് കർത്താവ്. 2-ാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ പൗലോസ് പിന്നെയും പറയുവാണ്, ജീസസ് ഇസ് ദ ലോർഡ് ഓഫ് അവർ വാക്ക്. നമ്മുടെ നടപ്പിൽ താനാണ് കർത്താവ്. നമ്മുടെ രക്ഷയിൽ യേശുവാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ദൈവവുമായിട്ടുള്ള വളർച്ചയിൽ യേശുവാണ് നമ്മുടെ കർത്താവ്. ഇതെന്തിനാ ഇങ്ങനെ എടുത്തു പറയുന്നതെന്നറിയാമോ? കാരണം നമ്മൾ ഈ യേശുവുമായി നടക്കുമ്പോൾ നമുക്ക് തോന്നും, യേശു പോരാ നമുക്ക് വളരാൻ, നമുക്ക് വേറെന്തോ കൂടെ വേണം. നമുക്ക് ഈ ലഭിച്ച രക്ഷയിൽ ഇനിയും ഞാൻ എന്താണ്ടൊക്കെ കൂടെ ചെയ്തെങ്കിലേ രക്ഷ പൂർണ്ണമാകത്തുള്ളൂ. ഞാൻ ഈ ദൈവവുമായിട്ട് നടക്കണമെങ്കിൽ യേശു മാത്രം പോരാ, കുറച്ചുകൂടെ ആഴമേറിയ എന്തെങ്കിലും കേൾക്കണം. ഇവിടെയാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾക്കിതൊന്നും വേണ്ട, ക്രിസ്തു മാത്രം മതി. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ചാപ്റ്റർ 1 അകത്തും സർവ്വസൃഷ്ടിക്കും താൻ കർത്താവെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അതിൻ്റെ അകത്ത് ചിലർ വിശ്വസിച്ചു തുടങ്ങി, ചില ദേവന്മാർ ദേവിമാരുള്ളത് കൊണ്ട് ഈ സൃഷ്ടിയിൽ യേശുവിന് പൂർണ്ണ അതോറിറ്റി ഉണ്ടോ എന്ന് അവർക്കൊരു സംശയം. അവിടെയാണ് പൗലോസ് പറയുന്നത്, ജീസസ് ഈസ് ദ ക്രിയേറ്റർ. തന്നേക്കാൾ വലിയവൻ ആരുമില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? സഭയിൽ ഹീസ് ദ ലോർഡ്. എന്താ ഇത് പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ സഭയ്ക്കകത്ത് വരുമ്പോൾ ഹീസ് ദ ഹെഡ്, മറ്റാരുമല്ല. നമ്മളിന്ന് പലപ്പോഴും പലതും നമ്മൾ കേട്ടു തുടങ്ങി. സഭയ്ക്കകത്ത് നമ്മൾ ചിലവരെ റെസ്പെക്റ്റ് ചെയ്യണം, ചിലത് ചെയ്യണം. നോ, ജീസസ് ഈസ് ദ ലോർഡ്. സഭയിൽ ഹീ ഈസ് ദ ലോർഡ്. ശുശ്രൂഷയിൽ ജീസസ് ഈസ് ദ ലോർഡ്. അഭിഷേകത്തിന് വേണ്ടി മറ്റ് പല കാര്യത്തിനും ഇന്ന് അനേകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാണ്, ജീസസ് ഈസ് ദ ലോർഡ് ഓഫ് ദ മിനിസ്ട്രി. ഹല്ലേലൂയ. ഈ ബോധ്യം നമ്മുടെ അകത്ത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ദൈവവചനം ധ്യാനിക്കുവാൻ. അവിടെയാണ് പൗലോസ് അതിൻ്റെ 6-ാമത്തെ വാക്യം വരുമ്പോൾ, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. പൗലോസ് പറയാണ്, നിങ്ങൾ കേട്ട ഈ സുവിശേഷം ലോകം മൊത്തം പോയ സുവിശേഷമാണ്. ഇന്ന് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവത്തെ സ്തോത്രം ചെയ്യാൻ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? സർവ്വലോകത്തിൽ കേട്ട ഈ സുവിശേഷം എനിക്കും നിങ്ങൾക്കും ഇത് കേട്ടറിഞ്ഞ് ഈ ദൈവത്തെ കാണുവാൻ, അറിയുവാൻ, രുചിക്കുവാൻ ദൈവം നമുക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ സുവിശേഷത്തിൻ്റെ രുചി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഈ നാഥൻ എന്നെ വീണ്ടെടുത്തു, തൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു, പാപിയായിരുന്ന എന്നെ എൻ്റെ നാഥൻ വീണ്ടെടുത്തതിനായി സ്തോത്രം. നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് അതിനാണ്. കാരണം അനേകർ ഈ സുവിശേഷം കേട്ടു, അനേകർ ഈ സുവിശേഷം തള്ളിക്കളഞ്ഞപ്പോൾ നമ്മുടെ ബലം കൊണ്ടോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ഈ സുവിശേഷം സ്വീകരിച്ചത്. പിന്നെയോ ദൈവത്തിൻ്റെ മഹാകൃപ, തൻ്റെ മഹാസ്നേഹം, അത് നിമിത്തം മാത്രമാണ് നമ്മൾ ഈ സുവിശേഷം കണ്ടുമുട്ടിയത്. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ നമ്മളിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ, അങ്ങയെ ഒന്ന് കാണുവാൻ, അങ്ങയെ ഒന്ന് രുചിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. നമുക്ക് 1 കൊരിന്ത്യർ 15 അതിൻ്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. പിന്നെ പന്തിരുവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കവരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ
അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. 1 കൊരിന്ത്യർ 15:1-5 വരെയുള്ള വാക്യം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. ആമേൻ. നമ്മൾ ആ വാക്യം ശ്രദ്ധിച്ചോ? എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഈ വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ സുവിശേഷം. എന്താണ് പൗലോസ് പറഞ്ഞ സുവിശേഷം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എങ്കിലും ആ 3 വാക്കുകൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ടായിരിക്കണം. പൗലോസ് ആ സഭയോട് പറഞ്ഞ സുവിശേഷം, അവർ അത് സ്വീകരിച്ചു. എന്നിട്ട് ആ സുവിശേഷത്തിലാണ് അവരിന്ന് നിലനിൽക്കുന്നത്. തീർന്നില്ല, ആ സുവിശേഷമാണ് അവരെ രക്ഷയിലോട്ട് അടുപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ കേട്ട സുവിശേഷം ശരിയായതാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്ന വചനം അത് നമ്മളെ അടുപ്പിക്കേണ്ടത് എവിടാണെന്നറിയോ? ക്രിസ്തുവിലോട്ടായിരിക്കണം. മറ്റൊന്നിലോട്ടും നിങ്ങളെ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ എവിടെ നിന്ന് കേട്ടാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടിസ്ഥാനം ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യരുടെ അകത്തൊക്കെ പൗലോസ് ചിലർ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് വന്ന് അവര് ക്രിസ്തുവിനേക്കാൾ എന്തോ വലിയതാണെന്ന് പറയുമ്പോൾ പൗലോസിൻ്റെ ഒരു ഭാഷയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മറ്റാരെങ്കിലും മരിച്ചോ? ക്രിസ്തു മാത്രമേ നമുക്ക് വേണ്ടി മരിച്ചുള്ളൂ. മറ്റൊരർത്ഥത്തിൽ ഈ ലോകത്ത് ആർക്കും ക്രിസ്തുവിൻ്റെ സ്ഥാനം എടുക്കുവാൻ കഴിയത്തില്ല. ഒരു പക്ഷേ നിങ്ങൾ പറയും, സഹോദര, നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. പക്ഷേ നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് തെറ്റിയാൽ സർവ്വതും തെറ്റും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ കേൾക്കുന്ന ഈ സുവിശേഷത്തിൽ നിങ്ങൾ നിലനിൽക്കണം. എന്താണ് സുവിശേഷം? പൗലോസ് പറയുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. നമ്മൾ ഈ ഭാഗങ്ങൾ എപ്പോഴും കേൾക്കുന്നത് കൊണ്ട് ചില സമയത്ത് അതിൻ്റെ ആ ശക്തി ചിലപ്പോൾ കുറഞ്ഞു പോകാറുണ്ട്. ഈ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാനും നിങ്ങളും ഈ ലോകപ്രകാരം നടന്നവരാണ്. ഈ ലോകത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി നടന്നവർ. അങ്ങനായിരുന്ന എന്നെയും നിങ്ങളെയും തൻ്റെ വലിയ കൃപ കൊണ്ട്, തൻ്റെ വലിയ സ്നേഹം കൊണ്ട് ക്രിസ്തു ആകർഷിച്ചു. പലപ്പോഴും പലരും സഭയ്ക്കകത്ത് വരുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളുണ്ട്, പലവിധമായ കുഴപ്പങ്ങളുമായാണ് നമ്മൾ വരുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പ്രശ്നങ്ങളും എല്ലാത്തിനും പരിഹാരം ക്രിസ്തുവാണെങ്കിൽ പോലും നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയില്ല എങ്കിൽ, ക്രിസ്തുവുമായി നമുക്കൊരു ബന്ധമുണ്ടായില്ല എങ്കിൽ, നമ്മൾ ഈ സുവിശേഷം മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. നമ്മൾ പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇവിടെ വന്നതെന്ന് സത്യം. പക്ഷേ ആ പ്രശ്നത്തിൻ്റെ നടുവിലിരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയാമോ? അപ്പാ, അങ്ങേ ഒന്ന് കാണേണ്ടതുപോലെ കാണുവാൻ അങ്ങ് എനിക്ക് കൃപ പകർന്നു തരണം. ഹല്ലേലൂയ. ഈ ദൈവത്തെ ഏത് സാഹചര്യത്തിലും നമ്മൾ കാണുമ്പോൾ, തൻ്റെ വിശുദ്ധിയെ കാണുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ തുറക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ പഴയ നിയമത്തിൻ്റെ അകത്ത് യെശയ്യാവിനെ കുറിച്ച് വായിക്കുമ്പോൾ, താൻ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടപ്പോൾ ഞാനൊരു പാപിയാണെന്ന് പറയുക. ഇനിയും പുതിയ നിയമത്തിൽ വരുമ്പോൾ പത്രോസിനെ നമ്മൾ കാണുന്നു, ദൈവം പറഞ്ഞതുപോലെ താൻ മീൻ പിടിച്ച് താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലുത് പ്രാപിച്ചപ്പോഴും താൻ എന്താ പറഞ്ഞത്? ഞാനൊരു പാപിയാണ്. ഈ ബോധ്യം എങ്ങനെയാണ് വരുന്നതെന്നറിയാമോ? ഇതെൻ്റെ വാക്കുകൾ കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നെങ്കിൽ മാത്രമേ ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വരത്തുള്ളൂ. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ പേരോടും ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു പാപിയാണെന്നും ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് ഈ പാപത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ലെന്നുള്ള തിരിച്ചറിവ് നിങ്ങളെ ക്രിസ്തുവിലോട്ട് അടുപ്പിക്കണം. അവിടെ ആ വചനം പറയുന്നത്, ക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചു. മറ്റൊരർത്ഥത്തിൽ എൻ്റെ കുറവുകൾക്ക്, എൻ്റെ പാപം, അതാണ് എൻ്റെ യേശു ക്രൂശിൽ കാണിച്ചു തരുന്നത്. ഞാൻ എന്തിൽ കൂടെ കടന്നു പോകണം, നിങ്ങൾ എന്തിൽ കൂടെ കടന്നു പോകണമായിരുന്നോ, അതെൻ്റെ നാഥൻ തൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ കാണിച്ചു തന്നു.
ഇതെന്നോടും നിങ്ങളോടും പറയുന്നത് എന്താണെന്നറിയാമോ? ഇനിയും തൊട്ട് നമ്മൾ ലോകത്തിന്, പാപത്തിന്, പിശാചിന് നമ്മൾ അടിമകളല്ല. നമ്മൾ യേശുവിൻ്റെ കരത്തിലാണ് ഇരിക്കുന്നത്. 2, അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? എൻ്റെ യേശു മരിച്ചെന്ന് മാത്രമല്ല, താൻ അടക്കപ്പെട്ടു. ഈ അടക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ പുതുജീവൻ ലഭിച്ച് ജീവിക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ഇനിയും നമ്മൾ നടക്കുമ്പോൾ എൻ്റെ ജീവൻ കൊണ്ടല്ല, ക്രിസ്തു എനിക്ക് പകർന്നു തന്ന ജീവൻ. എന്നെ കാണുന്നവർ, നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ പറ്റണം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ശരിക്കും ആ രക്ഷയുടെ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നെ കാണുന്നവർ, നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ തുടങ്ങും. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം ഓരോ ദിവസവും, പിതാവേ അങ്ങനെ രക്ഷിച്ചതിനായി സ്തോത്രം. പോരാ പിതാവേ, അങ്ങയുടെ ജീവനിൽ നടക്കുവാൻ എനിക്ക് ഓരോ ദിവസവും അങ്ങ് കൃപ പകർന്നു തരണം. 3, എൻ്റെ നാഥൻ ഉയർത്തെഴുന്നേറ്റു. എന്താ അത് പറയുന്നതെന്നറിയാമോ? ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല. ഈ വലിയവനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്നെന്നെ കേൾക്കുന്ന ഓരോ പേരോടും പറയട്ടെ, നമ്മൾ കടന്നു പോകുന്ന പല സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പോകുന്ന സമയങ്ങളുണ്ട്. മറ്റു പലരും നമ്മുടെ അടുത്ത് പറയും ഞങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ശരിക്കും ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് നമുക്കറിയാവുന്നത്, എന്നെ കൈവിടാത്തൊരു നല്ല നാഥൻ എൻ്റെ കൂടെയുണ്ട്. അത് വെറും വാക്കല്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ ഒരു നാളും കൈവിടുകയില്ല എന്ന് ഈ നാഥൻ പറയുമ്പോൾ അതൊന്ന് അനുഭവിക്കുന്നവർക്ക് പറയുവാൻ കഴിയും, എൻ്റെ നാഥൻ ഉയർത്തിരുന്നിക്കുന്നത് കൊണ്ടാണ് ഈ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ലോകക്കാരേക്കാൾ വ്യത്യസ്തരായിരിക്കുന്നത്. ലോകത്തിലുള്ളവർ ഒരുപക്ഷെ നമ്മളോട് ചോദിക്കും, നമ്മൾ കഷ്ടതയും പ്രയാസത്തിൻ്റെയും കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിൽ കൂടെ കടന്നു പോകുന്നത്? നമുക്ക് പറയുവാൻ ഒരു സാക്ഷി എന്താണെന്നറിയാമോ? എൻ്റെ നാഥൻ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആ വചനം പറയുന്നത് ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്. ഹല്ലേലൂയ. അതൊരു ദൈവിക അനുഭവമാകട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പേരോടും ഞാൻ പറയട്ടെ, അതൊരു അനുഭവമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ പ്രാർത്ഥിക്കണം, പിതാവേ അങ്ങയൊന്ന് അനുഭവിക്കുവാൻ, അങ്ങയൊന്ന് രുചിക്കുവാൻ അങ്ങ് എനിക്ക് കൃപ പകർന്നു തരണം. 2, എൻ്റെ നാഥൻ ഉയർത്തെഴുന്നേറ്റു എന്ന് രണ്ടാമത് എന്നോട് പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ നാഥൻ മടങ്ങി വരും. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ജീവിക്കുക മാത്രമല്ല, എൻ്റെ നാഥൻ തൻ്റെ വരവിന് വേണ്ടി എന്നെ ഒരുക്കി എടുക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്ന് ശോധന ചെയ്യാം. പിതാവേ, അങ്ങയുടെ വരവിനായിട്ട് അങ്ങനെ ഒരുക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? യോഹന്നാൻ്റെ അകത്ത് പറയുന്നത്, നമ്മൾ ആ അനുഭവം വരുമ്പോൾ നമ്മൾ വിശുദ്ധിയോടെ നടക്കുവാൻ നമ്മൾ കൂടുതൽ കാംക്ഷിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ നാഥൻ മടങ്ങി വരുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മുടെ അകത്ത് വരും. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, അപ്പോൾ അങ്ങ് തന്ന രക്ഷയ്ക്കായി സ്തോത്രം. ആ രക്ഷയ്ക്കൊത്തവണ്ണം നടക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അതൊരു പേരിന് വേണ്ടി മാത്രമാണോ ഞാൻ ജീവിക്കുന്നത്? ഇത് നമ്മളെ തന്നെ ഇന്ന് രാവിലെ ഒന്ന് ശോധന ചെയ്യാം. തിരിച്ച് നമുക്ക് കൊലോസ്യരിലോട്ട് വരാം. പൗലോസ് പറയുന്ന ആ വാക്ക്, 4-ാമത്തെ വാക്യം, കൊലോസ്യർ 1 അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അപ്പം പൗലോസ് അവിടെ പറയുന്നത്, ഈ ദൈവത്തിൻ്റെ സത്യമായ സുവിശേഷം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയാം, നമുക്കൊരു സ്വർഗീയ പ്രത്യാശ കൊണ്ട് നമ്മൾ നിറയും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അധികം സ്തോത്രം വരുന്നില്ല. ഒന്നുകൂടെ. കാരണം ശരിക്കുമുള്ള സുവിശേഷം നമ്മൾ കേൾക്കുമ്പോൾ ഈ സ്വർഗീയ പ്രത്യാശ നമ്മളിൽ നിറയണം. ഈ പ്രത്യാശ നിറഞ്ഞില്ലെങ്കിൽ, ഇന്ന് പലപ്പോഴും എന്തുകൊണ്ടാണ് ഇന്ന് ഇതൊക്കെ എടുത്ത് നമ്മൾ പറയേണ്ട കാരണം, ഇന്ന് പലപ്പോഴും നമ്മൾ സഭയ്ക്കകത്ത് പലരെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്, നിങ്ങൾക്കൊരു അസുഖമുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ മനുഷ്യനും പാപികളാണ്. ഒരു പ്രശ്നവുമില്ലെങ്കിലും ഒരു അസുഖമില്ലെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അവരെല്ലാ രീതിയിലും ഈ ഭൂമിയിൽ സക്സസ്ഫുൾ ആയാലും അവർ ഈ യേശുവിനെ കണ്ടുമുട്ടിയില്ല എങ്കിൽ അവരുടെ നിത്യത നഷ്ടപ്പെടും. അതുകൊണ്ട് ആ വചനം പറയുന്നത് ഒരു സ്വർഗീയ പ്രത്യാശ. 2, പൗലോസ് പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. ശരിക്കുമുള്ള സുവിശേഷം നമ്മൾ കേട്ട് കഴിയുമ്പോൾ
നമുക്ക് യേശുവിലായിരിക്കും നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത്, മറ്റൊന്നിലുമല്ല. ഇന്ന് പലപ്പോഴും പലരും സഭയ്ക്കകത്ത് വരുമ്പോൾ സഭ നല്ലതായതുകൊണ്ട് ഇന്നെന്നാ ചർച്ചിൽ പോയേക്കാം, നല്ല ചർച്ച, നല്ല ഫെലോഷിപ്പ് ഉണ്ട്, അത് കൊള്ളാം. ഇല്ല ദൈവമക്കൾ, അത് മാത്രം പോരാ. അതുകൊണ്ടാണ് വചനം പറയുന്നത് ജീസസ് ഇസ് ദ ഹെഡ് ഓഫ് ദ ചേർച്ച്. തലയാകുന്ന ക്രിസ്തുവുമായി എനിക്കും നിങ്ങൾക്കും ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അതാണ് എൻ്റെയും നിങ്ങളുടെയും അടിസ്ഥാനം. മറ്റു ചിലർ സഭയിൽ വരുന്നത് ദൈവദാസനെ കണ്ടിട്ടാണ്. Their faith is in the man of God. ഇന്ന് പല സഭകളുടെ അകത്തും ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഞാനും നിങ്ങളും തിരിച്ചറിയണം, ഒരു ദൈവപുരുഷനിലല്ല രക്ഷയിരിക്കുന്നത്. രക്ഷ ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ തിരിച്ചറിയണം. ദൈവദാസന്മാരെ ദൈവം ഉപയോഗിക്കും, സത്യമാണ്. അവരിൽ കൂടെ അനേക അത്ഭുതങ്ങൾ നമ്മൾ കണ്ടെന്ന് വരും. പക്ഷെ എവിടൊക്കെ നിങ്ങളുടെ വിശ്വാസം ഒരു ദൈവപുരുഷനിലാകുന്നോ അവിടെ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? ക്രിസ്തു പോരാ, ജീസസ് ഇസ് നോട്ട് ഇനഫ്. ഈ ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ഇന്ന് രാവിലെ നമ്മൾ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. അപ്പാ, ഞാൻ എവിടെ നിൽക്കുന്നു? യേശു മാത്രമാണോ എനിക്ക് വേണ്ടത്? ആർ യു അലോൺ ഇനഫ് ഇൻ മൈ ലൈഫ്? നമുക്ക് മറ്റൊരു വാക്യത്തിലോട്ട് പോകാം. ലൂക്കോസ് 6 അതിൻ്റെ 46 തൊട്ട് 49 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോടടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്ക കൊണ്ട് അത് ഇളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്കടിച്ച ഉടനെ അത് വീണു, ആ വീട്ടിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു. ആമേൻ. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണം. അവിടെ നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നത് എന്ത്? ദൈവമക്കളെ, നമ്മുടെ രക്ഷയും ശിഷ്യത്വവും നമുക്കിതിനെ രണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ യേശുവിനെ കുറിച്ച് കേട്ടു, ആ രക്ഷ ഞാനും നിങ്ങളും അനുഭവിച്ചാൽ, നമ്മൾ ക്രിസ്തുവിൻ്റെ ആ ടീച്ചിങ്സിൽ നമ്മൾ നിലനിന്നില്ല എങ്കിൽ നമ്മൾ ജ്ഞാനമില്ലാത്ത മനുഷ്യനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ അകത്ത് യേശു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരെ കണ്ടപ്പോൾ അവരോട് യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി മാറും. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ ടീച്ചിങ്സിൽ നിലനിന്നാൽ. അതാണ് നമ്മളിവിടെയും വായിച്ചത്. ഇവിടെ യേശു ചോദിക്കുവാണ്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. എന്താണ് ഈ കർത്താവേ എന്ന് പറഞ്ഞാൽ? ലോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥം യു ഹാവ് മാക്സിമം അതോറിറ്റി ഓവർ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അപ്പാ ഞാൻ അങ്ങയുടെ കരത്തിൽ തന്നു. നമ്മൾ യേശുവിൻ്റെ അരികിൽ വന്നപ്പോൾ അപ്പോൾ ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്? അപ്പോൾ അങ്ങാണ് എൻ്റെ രക്ഷകൻ എന്ന് മാത്രമല്ല, ഇന്നു മുതൽ അങ്ങാണ് എൻ്റെ കർത്താവ്. യു വിൽ ബി ദ ലോർഡ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാനല്ല ഇനിയും എൻ്റെ ജീവിതത്തിൻ്റെ സെൻറ്റർ, ക്രിസ്തു മാത്രം ആയിരിക്കും. മക്കളെ, ആ ബോധ്യം നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഏതൊരു കാര്യത്തിലും നമ്മൾ ദൈവത്തോട് ചോദിക്കണം, അപ്പോൾ വാട്ട് ഈസ് യുവർ ഹാർട്ട്? നമ്മളങ്ങനെ ചോദിക്കുന്നുണ്ടോ? ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ വായിച്ചു, സീസർ ഭരിച്ചിരുന്ന കാലത്ത് രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ, ഇപ്പം ഇന്ന് നമ്മൾ ചർച്ചിൽ കയറി വരുമ്പം നമ്മൾ അന്യോന്യം പ്രൈസ് ദി ലോർഡ് പറയുന്നത് പോലെ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ ഒരാൾ ഇങ്ങനെ പറയും, സീസർ കർത്താവാകുന്നു. അപ്പം അത് കേട്ട് അപ്പുറത്തുനിന്ന് വരുന്ന ആൾ പറയും, അതെ, കർത്താവ് സീസർ ആകുന്നു. ഇതായിരുന്നു അവരുടെ രീതി. അപ്പം നിങ്ങളൊന്ന് ഒരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങളൊന്ന് ചിന്തിക്കുക, സീസർ ഇന്ന് ഈ കാലത്ത് ഭരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഈ സുവിശേഷമൊക്കെ പറഞ്ഞു, 1-2 പേർ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം യേശുവിന് സമർപ്പിച്ചു. നമ്മൾ കൈയ്യെ കൊട്ടി നമ്മൾ ദൈവത്തിന് സ്തോത്രമൊക്കെ പറഞ്ഞു.
പുള്ളി പുറത്തിറങ്ങി പോകാൻ നേരം പുള്ളിയുടെ കൂട്ടുകാരൻ അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് വരുമെന്നിരിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരൻ പറയും, സീസർ കർത്താവാകുന്നു എന്ന് പറഞ്ഞാൽ ഈ രക്ഷിക്കപ്പെട്ട ആൾ തിരിച്ചെന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അറിയാമോ? അല്ല, കർത്താവാണ് എൻ്റെ ജീവിതത്തിലെ കർത്താവ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ സീസറിന് ഈ ന്യൂസ് കേൾക്കുന്നതിൻ്റെ ആ നിമിഷം തന്നെ രക്ഷിക്കപ്പെട്ട ആൾക്ക് പ്രൊമോഷൻ കിട്ടും. കാരണം വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ പുള്ളിയുടെ അടുത്ത് ചെല്ലും. ഞാൻ എന്തിനാ ഇതെടുത്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടങ്ങളിൽ അവർ സുവിശേഷം കേൾക്കുമ്പോൾ എന്തെങ്കിലും നേടിയെടുക്കുവാനല്ല അവർ അവരുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചത്. അവരുടെ ജീവിതം അവർ ദൈവത്തിന് സമർപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? അവർ ഈ സുവിശേഷം കേട്ടപ്പോൾ അവർക്കൊരു ബോധ്യമുണ്ടായി, ഈ ലോകത്ത് എന്നെ സൃഷ്ടിച്ച ഈ വലിയവനായ ദൈവം, തനിക്ക് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഈ വിശുദ്ധനായ ദൈവത്തിൻ്റെ അരികിൽ എനിക്ക് ഒരിക്കലും വരുവാൻ കഴിയത്തില്ല. ഞാൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, എൻ്റെ യേശുവിൻ്റെ അരികിൽ വരിക, എന്നിട്ട് തൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. താൻ സമർപ്പിക്കുമ്പോൾ താൻ ദൈവത്തോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്നു മുതൽ അങ്ങാണ് എൻ്റെ കർത്താവ്. എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും ഇത് പൂർണ്ണ ഉത്തരവാദിത്തം അങ്ങയ്ക്കാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലത് നടക്കുമ്പോൾ ഇന്ന് ദൈവ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ നടക്കുന്ന വിഷയങ്ങൾ ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വിടുതൽ കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ്. പക്ഷെ നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ പറയണം, അപ്പാ അങ്ങാണ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ്. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പലതും എന്തുകൊണ്ട് നടക്കുന്നെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, അങ്ങൻ്റെ കർത്താവാകയാൽ അങ്ങനെ ഒരു നാളും കൈവിടുകയില്ല. ഇന്ന് രാവിലെ ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിന്നിരിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, എൻ്റെ ജീവിതം ഒരിക്കൽ കൂടെ ഞാൻ സമർപ്പിക്കുകയാണ്. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ജ്ഞാനമുള്ള മനുഷ്യനാരാണ്? ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് അനുസരിക്കുന്നവനാണ് ജ്ഞാനമുള്ള മനുഷ്യൻ. ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നതാണ്. ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ആ വാക്യത്തിലോട്ടൊന്നും പോകുന്നില്ല. ലൂക്കോസ് 14 വായിക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം ആൾക്കാർ യേശുവിനെ അനുഗമിച്ചു. അവർ യേശുവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ വലിയൊരു ആൾക്കൂട്ടമുണ്ട്. അവരെ നോക്കിയിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. നമ്മൾ മനസ്സിലാക്കണം, വലിയൊരു കൂട്ടം. അപ്പോൾ യേശു ഇവരെ നോക്കിയിട്ട് പറയുവാണ്, നിങ്ങൾ ക്രൂശെടുത്ത് നിങ്ങളെ തന്നെ ത്യജിക്കാതിരുന്നാൽ നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് യേശു അതിന് 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, താൻ പറഞ്ഞത്, നമ്മളൊരു വീട് പണിയുവാണെങ്കിൽ നമ്മൾ ഇരുന്ന് ചിന്തിക്കും. അതെന്ത് കാണിക്കുന്നതെന്നറിയാമോ? ഒരു വില കൊടുക്കണം ഈ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ. There is a cost, there is a price that you need to give when you follow Jesus. വെറുതെ നമ്മൾ യേശുവിൻ്റെ അടുത്ത് വന്നാൽ പറ്റത്തില്ല. ഒരു പക്ഷേ ഞാനിത് പറയുമ്പം നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം, ഇസ് ഇറ്റ് വെരി ടഫ്? അല്ല, ഇത് ടഫാകുന്നതല്ല. യേശുവിന് പൂർണ്ണ കൺട്രോൾ കിട്ടിയെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളിന്ന് ചർച്ചിലോട്ട് വരാൻ നേരം 2 പേര് ഒരു സൈഡിൽ ഒരാൾ വണ്ടി ഓടിക്കുകയാണോ, മറ്റൊരു സൈഡിലും മറ്റൊരാൾ ഇരിക്കുകയാണ്. ഇപ്പം ഞാനാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഫുൾ കൺട്രോൾ എൻ്റെ കയ്യിൽ ഇരുന്നെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം അപ്പുറത്തിരിക്കുന്ന ആൾ, അല്ലെ ഇങ്ങോട്ടെല്ലാം തോന്നുന്നു, ഇടത്തോട്ടൊന്ന് പോയിക്കേ, അല്ല ഇപ്പോൾ അല്ല വലത്തോട്ടൊന്ന് പോയിക്കാന്ന് പറഞ്ഞാൽ 9:30 ഇവിടെ എത്തത്തില്ല ഞാൻ, ഇല്ലേ? എനിക്ക് വഴി അറിയാമെങ്കിലും ഇപ്പം ഞാൻ പറയുകയാണില്ല, എനിക്ക് വഴി അറിയാം, അല്ലല്ല നീ പോകുന്ന തെറ്റാണ്, എടുത്ത് എന്ത് പറ്റും? ഇതുകൊണ്ട് അപ്പച്ചൻ പറയുന്നത്, ഹി ഷുഡ് ബി ദ ലോർഡ് ഓഫ് അവർ ലൈഫ്. LW ടോസർ ഇങ്ങനെ പറയുന്നത്, യേശു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും കർത്താവല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ താൻ കർത്താവേ അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു ഞാൻ പറയുന്നത്, ഇഫ് ജീസസ് ഈസ് നോട്ട് ദ ലോർഡ് ഓഫ് ഓൾ ഓഫ് യുവർ ലൈഫ്, ദെൻ ഹീ ഈസ് നോട്ട് ദ ലോർഡ് അറ്റ് ഓൾ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിന് യേശു അപ്പച്ചനോട് ചോദിക്കുമല്ലോ, അപ്പച്ചൻ്റെ ഇഷ്ടം എന്താണ്? അത് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചു, അപ്പച്ചൻ്റെ ഇഷ്ടം എന്താണ്? നമുക്കിഷ്ടമുള്ള കാര്യം വരുമ്പോൾ നമ്മൾ പറയും, യേശു അപ്പച്ച അനുഗ്രഹിച്ചേക്കണേ.
ആണോ? ഇത് കർത്താവല്ല. കർത്താവാകുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ ഏരിയാസും അത് ദൈവത്തിന് തുറന്നു കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങളൊരു വില കൊടുക്കണം. ദർ ഇസ് എ കോസ്റ്റ്. എന്താണ് ഈ വില എന്നത് അവിടെ പറയുന്നത്? സിറ്റി സ്റ്റഡ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ തന്നെക്കുറിച്ച് പറയുന്നത് തൻ്റെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഒരുപാട് പേർ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇന്നത്തെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ വളരെ ഫേമസ് ആയ തൻ്റെ കാലഘട്ടത്തിലെ ഒരു മനുഷ്യൻ. താൻ സ്പോർട്സിൽ അത്രയും ഫേമസ് എന്ന് മാത്രമല്ല, താൻ അന്നത്തെ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ ചെയ്ത ഒരു മനുഷ്യൻ, കാംബ്രിഡ്ജിൽ പഠിച്ചിറങ്ങിയ ഒരു മനുഷ്യൻ. അപ്പോൾ തന്നെ ഹി വാസ് വെരി വെൽത്തി, വളരെ ധനികനായ ഒരു മനുഷ്യൻ. തൻ്റെ ബയോഗ്രഫി നമ്മൾ വായിച്ചാൽ ഒരു കൊട്ടാരം പോലെ ഇരിക്കുന്ന വീട്. ഞാൻ സാധാരണ യൂത്ത് മീറ്റിങ്ങിൽ പറയാറുണ്ട്, ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് ജനിക്കുന്നത് കൊട്ടാരത്തിലല്ല, പക്ഷെ മരിക്കുന്നത് കൊട്ടാരത്തിലാണ്. പക്ഷെ പുള്ളിയുടെ കാര്യത്തിൽ പുള്ളി ജനിച്ചത് കൊട്ടാരത്തിലാണ്. അത്ര വെൽത്തി മാൻ. പക്ഷെ താൻ ദൈവത്തെ അനുഗമിക്കുവാൻ തീരുമാനിച്ചപ്പോൾ തനിക്കുള്ള സമ്പത്ത് മൊത്തം താൻ എഴുതി കളഞ്ഞു. താൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം തന്നോട് പറഞ്ഞു, എടാ ഇഫ് യു ആർ ഫോളോയിങ് മീ ഗിവ് അപ്പ് എവറിത്തിങ്. താൻ അന്ന് ചൈനയിൽ ശുശ്രൂഷിക്കുവാണ്. അന്ന് ആ ചൈനീസ് അംബാസിഡർ താൻ ഈ എഴുതി മാറ്റുന്നത് കണ്ടപ്പോൾ തന്നോട് ചോദിച്ചു, ശരിക്കും ഇത് വേണ്ടേ? കാരണം അത്രയേറെ സമ്പത്ത്. ആ സമ്പത്ത് കണ്ട് താൻ പോലും അത്ഭുതപ്പെട്ടെന്നാണ് പറയുന്നത്. പക്ഷെ തൻ്റെ ബയോഗ്രഫിയിൽ പറയുന്നത് താൻ തിരിഞ്ഞു പോകുമ്പോൾ ഒരു നിമിഷം പോലും ദൈവമേ ഇത് വേണോ, കുറച്ച് ഞാനൊന്ന് വെക്കട്ടെ, താൻ ചോദിച്ചില്ല. ഇതാണ് കമ്മിറ്റ്മെൻറ്റ്. എന്താ ഈ വിലയെന്നറിയാമോ? വാട്ട് ഈസ് ദ കോസ്റ്റ്? ദൈവം എന്താ ടെസ്റ്റ് ചെയ്യുന്നതെന്നറിയാമോ? നമ്മൾ വായിക്കുന്നൊരു ഉപമയുണ്ട്. എന്താണ് ആ ഉപമയെന്നറിയാമോ? ഒരു മുത്തിനെ കണ്ടു, അത് വിലയേറിയ മുത്ത്. ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശോധന ചെയ്ത് നോക്കും. ഈസ് ജീസസ് ഓൾ ദാറ്റ് യു നീഡ്? യേശു മാത്രം മതിയോ? യേശുവാണോ നിങ്ങൾക്ക് ഏറ്റവും വിലയേറിയതെന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ശോധന ചെയ്ത് നോക്കും. അതാണ് ദർ ഇസ് എ കോസ്റ്റ്. യേശു പറഞ്ഞു, ഒരു യുദ്ധത്തിന് ഒരാൾ പോകുവാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ ഇരുന്ന് ചിന്തിക്കും, ഈ യുദ്ധം ജയിക്കുമോ ഇല്ലയോ എന്ന്. അതെന്താ കാണിക്കുന്നതെന്ന് അറിയാമോ? ദർ ഇസ് എ സാക്രിഫൈസ്, ഒരു യാഗം. ചില നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. ഈ യേശുവിനെ അനുഗമിക്കുമ്പോൾ എല്ലാം നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയേണ്ടി വരും, അപ്പച്ചാ ഞാൻ മരിക്കാം. എന്തിന്? അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ മഹത്വം വെളിപ്പെടുവാൻ. അപ്പച്ചാ ഞാൻ എന്നെ തന്നെ ഐ വിൽ സാക്രിഫൈസ്. ഈ ക്രിസ്തീയ ജീവിതം ദൈവം ശോധന ചെയ്ത് നോക്കും. ജോൺ സങ് എന്ന് പറഞ്ഞ ദൈവദാസൻ, താൻ ചൈനയിൽ ദൈവം ഉപയോഗിച്ച ഒരു കർത്തൃദാസനാണ്. ആ മനുഷ്യൻ ഹി ഹാഡ് എ PhD ഇൻ കെമിസ്ട്രി. അമേരിക്കയിൽ ഓഹിയോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് താൻ ഡിഗ്രിയൊക്കെ എടുത്ത് താൻ തിരിച്ചു മടങ്ങി വരുമ്പോൾ ആ കാലഘട്ടത്തിൽ താൻ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ദൈവം തന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ചൈനയിലോട്ട് അയക്കുന്നത് എൻ്റെ വേലയ്ക്ക് നീ പൂർണ്ണമായി സമർപ്പിക്കപ്പെടണം. താൻ ദൈവത്തോട് പറഞ്ഞു, അപ്പച്ചാ ഐ സബ്മിറ്റ് മൈ ലൈഫ് ടു യു. എന്നിട്ട് ദൈവം തന്നോട് പറഞ്ഞു, കുഞ്ഞെ നിൻ്റെ ആ ഡിഗ്രി ഉണ്ടല്ലോ അത് മൊത്തം കളഞ്ഞേര്. ബിക്കോസ് ഇനി നീ എനിക്ക് വേണ്ടി വേല ചെയ്യാൻ പോവാണ്. നിങ്ങൾ ചിന്തിക്കണം, ഗ്രാജുവേഷനാണ് ഒരു പേപ്പർ കളഞ്ഞാൽ മതി. ഇതിപ്പോൾ PhD, ഒന്ന് കളഞ്ഞ് അടുത്ത കളഞ്ഞ് ഓരോന്നും കളയുമ്പോൾ നമ്മുടെ ചങ്കിൻ്റെ അകത്ത് ദൈവമേ ഇത് എത്ര കഷ്ടപ്പെട്ടെടുത്തായിരിക്കും. പക്ഷെ ജോൺ സങ് ഡിഡ് ഇറ്റ്. തന്നെക്കുറിച്ച് തൻ്റെ ബയോഗ്രഫി പറയുന്നത്, അന്ന് രാത്രിയിൽ താൻ ഉറങ്ങുമ്പം താനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം എന്നറിയാമോ? താൻ ഒരു കോഫിൻ്റെ അകത്ത് ഒരു മരിച്ച മനുഷ്യനായി കിടക്കുന്നു. എന്താ ദൈവം പറഞ്ഞത്? ഐ ബിലീവ് നൗ യു ആർ റെഡി ഫോർ മൈ മിനിസ്ട്രി. നമുക്കുള്ള നമ്മൾ ചിലയിടത്ത് മരിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തു വെളിപ്പെടുത്തുള്ളൂ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആരും ഇതിൻ്റെ ഒരു എക്സ്ട്രീമിലോട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ഞാനിത് പറയുന്നത് ദൈവാത്മാവ് നിങ്ങളോട് എന്തു പറയുന്നു? ഈസ് ജീസസ് ദ ട്രഷർ ഓഫ് യുവർ ലൈഫ്? യേശുവാണോ നിങ്ങളുടെ ട്രഷർ? നിങ്ങൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം ദൈവസന്നിധിയിൽ വെച്ചിട്ട് പറയണം, അപ്പാ യു ആർ ഓൾ ദാറ്റ് ഐ നീഡ്. അത് മാത്രമല്ല, ചിലപ്പോൾ ഈ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ചിലതൊക്കെ
നമ്മൾ യാഗപീഠത്തിൽ വെക്കേണ്ടി വരും. നമുക്കിഷ്ടപ്പെട്ടത്, നമ്മൾ ആഗ്രഹിച്ചത്, നമ്മൾ കൊള്ളാമെന്ന് വിചാരിച്ചത് സർവ്വതും യാഗപീഠത്തിൽ വെക്കണം. എന്തിനാണെന്നറിയാമോ? നമ്മൾ ദൈവത്തോട് പറയുകയാണ്, അപ്പാ യു ഇസ് ഇനഫ്, അങ്ങ് മതി, എനിക്ക് അങ്ങ് മതി. ഗോഡ് വിൽ ട്രൈ. ദൈവം നമ്മളെ ശോധന ചെയ്ത് നോക്കും. മൂന്നാമത് യേശു പറഞ്ഞു ദ സോൾട്ട്. അതെന്ത് കാണിക്കുന്നതെന്നറിയാമോ? എനിക്കും നിങ്ങൾക്കും ഒരു രുചിയുണ്ട്. ഈ ലോകത്തിൽ നടക്കുമ്പോൾ പൗലോസിൻ്റെ ഭാഷയിൽ ജീവനും മരണത്തിൻ്റെ ഒരു സുഗന്ധം നമ്മുടെ മേലുണ്ട്. അത് നഷ്ടപ്പെടുത്തി കളയാതെ നമ്മൾ ജീവിക്കണം. സഭയിലിരിക്കുന്ന ഓരോ പേരും നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾ സാക്ഷികളാണ്. എപ്പോഴും നമ്മൾ അവരോട് പറയുന്ന എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് നഷ്ടപ്പെടുത്തി കളയാതെ ജീവിക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇന്ന് ഈ ദൈവവചനം പറയുമ്പോൾ എനിക്ക് നിങ്ങൾ ഓരോ പേരോടും ചോദിക്കുവാനുള്ളത് ഇതാണ്: ഈസ് ജീസസ് ദ ലോർഡ് ഓഫ് യുവർ ലൈഫ്? ശരിക്കും യേശു കർത്താവാണോ നിങ്ങളുടെ ജീവിതത്തിൽ? നിശ്ചയമായിട്ടും നമുക്ക് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉറപ്പായിട്ടും കുറവുകൾ നമ്മൾ കാണും. ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു ചിന്തയും കൂടെ നമ്മൾ വേഗം ചിന്തിച്ചിട്ട് നമുക്ക് നിർത്താം. യോഹന്നാൻ 21 അതിൻ്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു: ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ടു പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. നമ്മളിവിടെ കാണുന്നത് പത്രോസ് എന്ന ദൈവം സ്നേഹിക്കുന്നൊരു ശിഷ്യനെയാണ് നമ്മൾ കാണുന്നത്. ഈ പത്രോസ് തിരിച്ച് മീൻ പിടിക്കാൻ പോകുന്ന നമ്മൾ കാണുന്നത്. എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് നമ്മളെല്ലായിടത്തും നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ കൈവിടാത്ത ഒരു ക്രിസ്തുവിനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം എടുത്തത്. ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞു, യേശു ആയിരിക്കണം നമ്മുടെ കർത്താവ്, അതിലൊരു കോംപ്രമൈസുമില്ല. പക്ഷെ മറു സൈഡിൽ നിങ്ങൾ കാണേണ്ടത് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ്. ഇന്നിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം എവിടൊക്കെ നമ്മൾ വീണുപോയിട്ടുണ്ട്, എവിടൊക്കെ ദൈവം പലത് പറഞ്ഞപ്പോൾ നമ്മൾ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും എൻ്റെ നാഥൻ നമ്മളെ കൈവിട്ടില്ല. നമ്മളിവിടെ വായിക്കുന്നത് പത്രോസ് പറയുവാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുക. അപ്പോൾ തൻ്റെ കൂടെ ഇരുന്നവരും പറഞ്ഞു, എന്നാൽ ഞങ്ങളും പോരുവാന്ന്. അങ്ങനെ പലപ്പോഴും നമുക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്, അത് നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ ചിലത് പറയുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ഒരുപാട് പേര് കാണും. പക്ഷേ ഈ വാക്ക് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഇവർ പോയി മീൻ പിടിക്കാൻ ചെന്നു, അവർ വലയിട്ടു, അവർക്കൊന്നും കിട്ടിയില്ല. ഇന്നെന്നെ കേൾക്കുന്ന ചിലവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ പലതും ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്യണം. കാരണം അവർക്ക് മീൻ കിട്ടിയിരുന്നെങ്കിൽ അവിടെ അവർ യേശുവിനെ കാണത്തില്ലായിരുന്നു. അവർ രാത്രിയോളം ഇരുന്ന് ഒന്നും കിട്ടിയില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്ത് ഒന്നും കിട്ടാതിരുന്നതിനായി സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ അന്വേഷിച്ചത്. അവിടെയാണ് നമ്മൾ ദൈവത്തോട് ചോദിച്ചത്, അപ്പം ഇതെന്താ ഒന്നും കിട്ടുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാമോ? അവിടെ അടുത്ത വാക്യത്തിൻ്റെ അകത്ത് യേശു അവിടെ നിന്ന് ചോദിച്ചു, കുഞ്ഞുങ്ങളെ വല്ലതും കിട്ടിയോ? ഞാനൊരു നിമിഷം ചിന്തിച്ചു, ഞാനായിരുന്നു യേശുവെങ്കിൽ ഞാൻ ചോദിച്ചേനെ, എടാ വല്ലതും കിട്ടുമോ? ഇല്ലേ, അങ്ങനൊന്നും ചോദിച്ചില്ല, ഇല്ലേ? കാരണം എൻ്റെ മനസ്സിൽ, എടാ നീയൊക്കെ നേരത്തെ പിടിച്ചിട്ട് കിട്ടിയില്ലല്ലോ ഒന്നും, പിന്നെയും പോയിരിക്കുക, ഇല്ലേ? പക്ഷെ എൻ്റെ യേശുപ്പച്ചൻ്റെ പ്രത്യേകതയാണ് കുഞ്ഞുങ്ങളെ. നിങ്ങളും ചിന്തിച്ച് നോക്കിയേ, നമ്മൾ എത്രയോ പ്രാവശ്യം ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ മാറിപ്പോയി. എവിടെങ്കിലും വെച്ച് ദൈവം നമ്മളെ മുറുക്കി പിടിച്ചിട്ട്, എന്താടാ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ കർത്താവ്. ഇതാണ് ഈ സുവിശേഷങ്ങൾ നമ്മളെ കാണിക്കുന്നത്. നമ്മൾ ഈ യേശുവിനെ വേണം അനുഗമിക്കുവാൻ. എന്നിട്ട് അടുത്തത് എൻ്റെ യേശുപ്പച്ചൻ പറഞ്ഞു, എന്നിട്ട് നീ മറു സൈഡിലോട്ട് വലയിട്. അവരിട്ട് കഴിഞ്ഞപ്പം അവർക്ക് എന്ത് കിട്ടി? മീനെ കിട്ടി.
ദൈവം എന്താ നമ്മളോട് പറയുന്നതെന്ന് അറിയാമോ? മൈ ഗോഡ് ഇസ് എ ഗോഡ് ഹു വിൽ റിസ്റ്റോർ. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയതിനെ ദൈവം റിസ്റ്റോർ ചെയ്യും. എന്നാൽ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവം ഞാൻ മടങ്ങി വരുവാൻ തയ്യാറാണ്. ഇത് ദൈവത്തിൻ്റെ വാക്കാണ് നമ്മളോട്. ഇഫ് യു വിൽ റിട്ടേൺ ബാക്ക്, ഗോഡ് വിൽ റിസ്റ്റോർ ഇൻ യുവർ ലൈഫ്. തീർന്നില്ല. ഇവർ അടുത്തോട്ട് ചെന്നപ്പം യേശുപ്പച്ചൻ ഒരു അപ്പവും മീനും കൊണ്ടിരിക്കുക. എന്നിട്ട് അവരോട് എന്താ ചോദിച്ചേ? കിട്ടിയ മീനും കൊണ്ട് എടുത്തുകൊണ്ട് വരാൻ. രണ്ടാമത് ദൈവം നമ്മളോട് എന്താ പറയുന്നറിയോ? ഗോഡ് ഇസ് എ പ്രൊവൈഡർ. ദൈവം നമുക്ക് വേണ്ടി കരുതും. ഈ പത്രോസും അവരും പോകുമ്പോൾ അവർക്ക് പറയാൻ എന്താ ഉള്ളതെന്നറിയാമോ? എടാ, ഇന്നലെ വരെ അനുഗമിച്ച യേശു പോയി, ഇനിയിപ്പം നമ്മൾ നമ്മുടെ കാര്യമൊക്കെ നോക്കണം, ഇല്ലേ? നമ്മളും ചിലപ്പോൾ ആത്മീയതയിൽ അങ്ങനെയാണ്. മോനെ, ഇത്രയൊന്നും ആത്മീയത വേണ്ട കേട്ടോ, നമ്മുടെ കാര്യമൊക്കെ നമ്മൾ നോക്കണം. അവിടെയാണ് എനിക്ക് ഈ വചനം ഇഷ്ടപ്പെട്ടത്. ഞാനിങ്ങനെ ചിന്തിച്ചു, അപ്പച്ചൻ അപ്പവും കൊണ്ടിരുന്നിട്ടേ, എടാ മക്കളെ മീനും കൂടെ കൊണ്ടുപോകാൻ, ഞാൻ വറക്കാമെന്നല്ല, എൻ്റെ അപ്പൻ്റെ കയ്യിൽ മീനുമുണ്ട് അപ്പവുമുണ്ട്. നീ പിടിച്ചിട്ട് വേണ്ട നിനക്ക് തരാൻ, നിനക്ക് തരുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് എന്നെ കേൾക്കുന്ന ചിലവരോട് ഞാൻ പറയട്ടെ, ഹീ ഈസ് എ പ്രൊവൈഡർ. എൻ്റെ നാഥൻ യഹോവ ജയറയാണ്. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു ഭാരമുണ്ടെന്നിരിക്കട്ടെ, ദൈവമേ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെയെന്ന് ചോദിക്കുന്നുവെങ്കിൽ, ഇഫ് ജീസസ് ഈസ് ദ ലോർഡ് ഓഫ് യുവർ ലൈഫ്, ഹീ വിൽ പ്രൊവൈഡ്. കരുതുവാൻ ദൈവം ശക്തനാണ്. 3, അവർ യേശുവിൻ്റെ കൂടെ ഇരുന്നു. യേശുപ്പച്ചൻ പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുവോ? നമുക്ക് ആ ഭാഗം അറിയാം. പത്രോസ് പറഞ്ഞു, യേശുപ്പച്ചൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുപ്പച്ചൻ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോൾ യേശുപ്പച്ചൻ്റെ ചോദ്യം, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീ സ്നേഹിക്കുന്നുവോ? പക്ഷെ അവിടെയാണ് പത്രോസ് പറയുന്നത്, അപ്പച്ച എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ എന്നിട്ടും വീണുപോയി. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? നമ്മളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്ന ആരും പറയത്തില്ല അവർക്ക് യേശുവിനെ ഇഷ്ടമല്ലെന്ന്. പക്ഷെ നമ്മൾ പലപ്പോഴും വീണു പോകുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം നമ്മുടെ മാനുഷികമായ സ്നേഹത്തിനപ്പുറമായി നമ്മളൊരു യാഗമായെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമുക്ക് അനുസരിക്കുവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് യേശു പത്രോസിനോട് പറഞ്ഞു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള പോലെ പോയി, പക്ഷെ നിനക്ക് പ്രായം വെക്കുമ്പോൾ മറ്റൊരാൾ നിന്നെ വലിച്ചു കൊണ്ടുപോകും. അതെന്താ എന്നോടും നിങ്ങളോടും പറയുന്നതെന്നറിയാമോ? എൻ്റെ നാഥനെ അനുസരിക്കുവാൻ നീ കിടന്ന് കഷ്ടപ്പെടണ്ട. നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൽ നീ സമർപ്പിക്കുമെങ്കിൽ നിന്നെ നടത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ദൈവം എൻ്റെ കർത്താവാകുമ്പോൾ, ദൈവമേ അങ്ങനോട് പറഞ്ഞാൽ, ജോൺസ് അങ്ങനോട് പറഞ്ഞതുപോലെ, CT സ്റ്റഡിനോട് പറഞ്ഞതുപോലെ, അബ്രഹാമിനോട് പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യുവാൻ കഴിയുമോ? ഉത്തരം ഉറപ്പായിട്ടും ഇല്ല, പറ്റത്തില്ല. പിന്നെ എങ്ങനെ ചെയ്യും? എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ ഞാൻ സമർപ്പിക്കുമെങ്കിൽ, ഞാൻ എന്നെ പൂർണ്ണമായി ദൈവകരത്തിൽ സമർപ്പിക്കുമെങ്കിൽ എന്നെ നടത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ഈ വചനം പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു നിങ്ങളുടെ കർത്താവാണോ? ഈ യേശുവിനെ നിങ്ങളുടെ കർത്താവാക്കുവാൻ ഒരുപക്ഷെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. ഇന്ന് പത്രോസിൻ്റെ ജീവിതത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, മൈ ഗോഡ് ഇസ് എ ഗോഡ് ഹു ക്യാൻ റിസ്റ്റോർ. നഷ്ടപ്പെടുത്തിയതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. തീർന്നല്ല, ഹീസ് എ ഗോഡ് ഹു വിൽ പ്രൊവൈഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. എന്തുകൊണ്ട്? ബിക്കോസ് ഹീ ഈസ് മൈ ഫാദർ. തീർന്നില്ല, ഹീ വിൽ ഗിവ് യു എ പർപ്പസ്. പത്രോസിനോട് ദൈവം പറഞ്ഞു, എൻ്റെ ആടുകളെ ഫീഡ് ചെയ്യുക. എന്താ ദൈവം പത്രോസിനോട് പറഞ്ഞതെന്നറിയാമോ? നീ എന്നെ അനുഗമിക്കുമെങ്കിൽ ഐ വിൽ ഗിവ് യു എ പർപ്പസ്. ഇന്നെന്നെ കേൾക്കുന്ന ചിലവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഇല്ലാതാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, സബ്മിറ്റ് യുവർ ലൈഫ് ടു ഗോഡ്. ടെൽ ഗോഡ്, അപ്പച്ചാ ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നിങ്ങൾ അങ്ങനെ സമർപ്പിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പർപ്പസ് കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കുക മാത്രമല്ല, ഹി വിൽ ഗിവ് യു ദ ഹോളി സ്പിരിറ്റ് ഹു വിൽ ലീഡ് യു ടു ഡു ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതം ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഓരോ പേരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.